യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ, ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥാ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. 34 സങ്കീർത്തനം 1 വാക്യത്തിൽ ദാവീദ് രാജാവ് പാടുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ദാവീദ് ഈ വാക്യം എഴുതാനിടയായ സാഹചര്യം അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അബീമേലെക്കിൻ്റെ മുൻപിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ സങ്കീർത്തനമാണല്ലോ 34 സങ്കീർത്തനം. ശമൂവേലിൻ്റെ 1 പുസ്തകം 21 അധ്യായത്തിൽ നാം ഈ ഭാഗം വായിക്കുന്നുണ്ട്. ദാവീദിനെ കൊല്ലുവാനായി ഒരുങ്ങിയിരിക്കുന്ന ശൗലിൻ്റെ മുൻപിൽ നിന്ന് വളരെ ബന്ധപ്പെട്ട് താൻ ഓടിപ്പോകുന്ന കാഴ്ചയാണല്ലോ നാം ശമൂവേലിൻ്റെ 1 പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ കാണുന്നത്. ഗോല്യാത്തിനെ കൊന്നുകഴിഞ്ഞപ്പോൾ ഇസ്രായേൽ കന്യകമാർ ഒരു ഗാനം പാടി. അതിങ്ങനെയായിരുന്നു: ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മുതൽ ശൗലിൻ്റെ മനസ്സിൽ ദാവീദിനെ കൊല്ലണം എന്നുള്ള വലിയ ചിന്ത അദമ്യമായ ആഗ്രഹമായിട്ട് മാറുകയാണ്. അങ്ങനെ താൻ ദാവീദിനെ ഏത് വിധേനയും കൊല്ലുവാനായി ശ്രമിക്കുന്നു. കാരണം തൻ്റെ രാജത്വം ഇതോടെ അവസാനിക്കുമെന്നും ദാവീദ് രാജാവായി വരുമെന്നും വളരെ വ്യക്തമായി ശൗലിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ദാവീദിനെ കൊല്ലുവാനായി ശൗൽ തരം അന്വേഷിച്ച് നടക്കുന്നു. ശൗലിൻ്റെ മുൻപിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ദാവീദിനെ നാം കാണുകയാണ്. അവസാനം ഒരാശ്രയമായിരുന്നു ശൗലിൻ്റെ മകനായ യോനാഥാൻ. പക്ഷെ അദ്ദേഹം നിർബന്ധിച്ച് ദാവീദിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. കാരണം തൻ്റെ അപ്പനായ ശൗൽ അദ്ദേഹത്തെ കൊന്നുകളയുമെന്നുള്ളത് യോനാഥാന് നന്നായിട്ടറിയാമായിരുന്നു. അങ്ങനെ അവസാനമായി യോനാഥാൻ ദാവീദിനെ ചുംബിച്ചു പിരിഞ്ഞു. അങ്ങനെ നിരാലംബനായ ദാവീദ് അവസാനമായി ആശ്രയിക്കുന്നതിന് വേണ്ടി ഓടിച്ചെന്നതാണ് ആഖീഷ് എന്ന് പറയുന്ന രാജാവിൻ്റെ അരികിലേക്ക്. അവിടെ ചെന്നപ്പോൾ അവർ ദാവീദിനെ തിരിച്ചറിഞ്ഞു. ആഖീഷിൻ്റെ രാജസന്നിധിയിലെ രാജഭൃത്യന്മാർ രാജാവിനോട് പറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെക്കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ദാവീദിന് മനസ്സിലായി തനിക്ക് അവിടെ രക്ഷയില്ല. ഒരുപക്ഷെ തന്നെ അവർ കൊന്നുകളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷപ്പെടുവാനുള്ള ഒരു വഴി താൻ ആലോചിച്ചു. ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കാര്യം, ഒരു ഭ്രാന്തനായി തുപ്പലൊലിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രാജസന്നിധിയിൽ അഭിനയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആഖീഷ് അവനെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കി കളഞ്ഞു. അങ്ങനെ ആട്ടിപ്പുറത്താക്കിയപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷത്തിൽ താൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പാടുന്ന സങ്കീർത്തനമാണ് 34 സങ്കീർത്തനം. താൻ പറയുകയാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ജീവൻ മടക്കി കിട്ടിയ ദാവീദ് തൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവത്തിന് വളരെ വലിയ സന്തോഷത്തോടെ നന്ദി അർപ്പിച്ചുകൊണ്ട് പറയുകയാണ്: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. വാസ്തവത്തിൽ ഇത്രയും പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നൊരു മനുഷ്യൻ എങ്ങനെയാണ് ഇതുപോലെ ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്? അതിഭയാനകമായ കഷ്ടതയിലൂടെ ജീവൻ പോലും അപകടത്തിലായിരിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ദാവീദ് ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അതെങ്ങനെയാണ് സാധിക്കുക? ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്. ദാവീദിൻ്റെ മനസ്സിൽ ഒരു വലിയ സംഭവം ഓർമ്മയുണ്ട്. അതായത് താൻ ഒരിക്കൽ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ ഇശായി അയച്ച ആളുകൾ
അവനെ തിരഞ്ഞ് താൻ ഇരിക്കുന്ന ഇടത്തേക്ക് വരുന്നു. എത്രയും വേഗം വീട്ടിലേക്ക് വരണം എന്നാവശ്യപ്പെടുന്നു. താൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ശമൂവേൽ പ്രവാചകൻ തൈലക്കൊമ്പെടുത്ത് അഭിഷേക തൈലം അവൻ്റെ തലമേൽ ഒഴിച്ചിട്ട് ഇസ്രായേലിൻ്റെ രാജാവായി അവനെ അഭിഷേകം ചെയ്ത ഒരു സംഭവം ദാവീദിൻ്റെ മനസ്സിലുണ്ട്. ദൈവഹിതത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവനെങ്കിൽ ദൈവത്തിന് തന്നെപ്പറ്റി വളരെ വലിയൊരു ഹിതമുണ്ട് എന്നുള്ളത് ദാവീദ് നന്നായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്നെ സഹായിക്കുമെന്നും തന്നെ സംരക്ഷിക്കുമെന്നുള്ള ഏറ്റവും വലിയ രൂഢമൂലമായ വിശ്വാസം ദാവീദിന്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ജീവിതത്തിലെ കഷ്ടത വന്നുകൊള്ളട്ടെ, പ്രയാസങ്ങൾ വന്നുകൊള്ളട്ടെ, രോഗാവസ്ഥ വന്നുകൊള്ളട്ടെ, പ്രതികൂലങ്ങൾ വന്നുകൊള്ളട്ടെ, എന്തു തന്നെ ആയിരുന്നാലും അതിൻ്റെ മധ്യത്തിലെല്ലാം ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദാവീദിന് സാധിക്കുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ ഓരോ വാക്യങ്ങളും നാം വായിക്കുമ്പോൾ ദാവീദിൻ്റെ ഹൃദയത്തിൽ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവനായും ദൈവത്തോട് വിധേയത്വമുള്ളവനായും ജീവിക്കുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. വി നാഗൽ എന്ന മിഷണറി എഴുതിയ യേശുവെപ്പോലെ ആകുവാൻ എന്നുള്ള പാട്ടിൽ താൻ എഴുതിയിരിക്കുന്ന ഒരു ചരണം ഇങ്ങനെയാണ്: കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തി അരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. നോക്ക്, കഷ്ടതയിലും പാടുവാൻ കർത്താവേ അവിടുന്ന് അടിയനെ അനുവദിക്കണമേ എന്ന് ദൈവദാസൻ പറയുകയാണ്. ഏറ്റവും വലിയ ഭയമുണ്ടാകാമായിരുന്ന സമയത്ത് ദാവീദ് പറയുന്നു, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ്. ആ മരണഭയം വന്നപ്പോൾ ദാവീദ് യഹോവയായ ദൈവത്തോട് അപേക്ഷിച്ചു. ദൈവം തനിക്ക് ഉത്തരമരുളി. അങ്ങനെ വലിയ ഭയത്തിൽ നിന്ന് ദൈവം ദാവീദിനെ വിടുവിച്ചു. അങ്ങനെ വിടുവിക്കപ്പെട്ട് താൻ പോകുമ്പോൾ പാടുകയാണ്: എന്നെ മരണഭയത്തിൽ നിന്ന് വിടുവിച്ച വലിയവനായ ദൈവത്തിന് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നന്ദി പറയുന്നു. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എത്ര അനുഗ്രഹകരമായ ഒരു അനുഭവമാണിത്. ദാവീദ് അപ്പോഴും തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. താൻ പറയുന്നത്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു എന്നാണ്. എളിയവൻ എന്നുള്ള നിലയിലേക്ക് തന്നെ താഴ്ത്തി, ദൈവം മുൻപാകെ തന്നെത്താൻ താഴ്ത്തി ഏറ്റവും എളിമപ്പെടുന്ന അവസ്ഥയിലേക്ക് താൻ വരുമ്പോൾ ദൈവം അവനെ രക്ഷിക്കുന്നു എന്നുള്ളത് ദാവീദിൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ സാക്ഷ്യമായി പ്രസ്താവിക്കുകയാണ്. ഇന്ന് രാവിലെ ദാവീദ് രാജാവിനോട് ചേർന്ന് നമുക്കും ഇങ്ങനെ പറയുവാൻ സാധിക്കട്ടെ: എൻ്റെ ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ജീവിതത്തിലെ കഷ്ടത വന്നുകൊള്ളട്ടെ, പ്രയാസങ്ങൾ വന്നുകൊള്ളട്ടെ, ബുദ്ധിമുട്ടോ ഞെരുക്കങ്ങളോ പ്രതികൂലങ്ങളോ എന്തു തന്നെ വന്നുകൊള്ളട്ടെ, അതിൻ്റെ എല്ലാ മധ്യത്തിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. കാരണം 46-ാം സങ്കീർത്തനത്തിൽ കോരഹൂത്രന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന വലിയവനായ ദൈവം നമ്മെ ഒരു നാളും കൈവിടാത്തവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കട്ടെ: ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാൻ നല്ല ദൈവമേ, ഈ അനുഗ്രഹകരമായ പ്രഭാതത്തിൽ തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതൊരവസരത്തിലും ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എന്ന് ദാവീദിനോട് ചേർന്ന് പറയുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും കർത്താവേ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴും രോഗത്തിലോ ക്ഷീണത്തിലോ പ്രയാസത്തിലോ ഒക്കെ ഞങ്ങളാകുമ്പോൾ ഞങ്ങളുടെ മനസ്സ് വല്ലാതെ പതറിപ്പോകാറുണ്ട്, വേദനിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന കർത്താവ്, ഞങ്ങളുടെ കഷ്ടങ്ങളിൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നവൻ അവിടുന്ന് ആകയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കരം എല്ലായ്പ്പോഴും ഞങ്ങളെ പിടിച്ചിരിക്കിയാൽ ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ഈ വലിയ കരുതലിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു.
വലിയ സംരക്ഷണത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് നൽകുന്ന സ്വർഗീയമായ സൗഖ്യത്തിനായും തലോടലിനായും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം അവിടുന്ന് നൽകുന്ന കൃപ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സൗഖ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ കരത്തിൻ്റെ തലോടൽ ഞങ്ങൾ അനുഭവിക്കട്ടെ. അവിടുത്തെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് സന്തോഷമുള്ളവരായി ധൈര്യമുള്ളവരായി ഞങ്ങൾ ജീവിക്കട്ടെ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കർത്താവെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ അവിടുത്തെ സന്നിധിയിൽ വന്ന് സന്തോഷത്തോടെയും ധൈര്യത്തോടെയും ജീവിപ്പാൻ ഇന്നത്തെ ദിവസം അവരെ അനുവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.